തലമുടി നല്ല കട്ട കറുപ്പോടെ നല്ല ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നമുക്ക് എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. നല്ല കാച്ചിയ എണ്ണ വീട്ടിലുണ്ടാക്കിയെടുക്കണതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം ഞാൻ പറഞ്ഞു തരട്ടെ. ഇതുപോലെ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തേക്കുകയും ചെയ്യാം. നമ്മുടെയൊക്കെ തലമുടിയൊക്കെ ഇപ്പം മിക്ക ആളുകളുടെയൊക്കെ ഒരു 30 വയസ്സിനൊക്കെ മുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മുടി നരച്ചു കൊടുക്കും. അപ്പം മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ടും നല്ല കറുപ്പ് മുടിക്ക് കിട്ടാനും നല്ല നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ടും കാച്ചിയ എണ്ണ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളരും കേട്ടോ. മുടിക്ക് നല്ല ബലവും കിട്ടും. അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരും. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്തേക്കുന്നത് കീഴാർനെല്ലിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇലയുടെ അടിഭാഗത്ത് കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക പോലെ കാണുന്നത്. ഇത് നമുക്ക് മുടിക്ക് നല്ല ബലം കിട്ടും കേട്ടോ, കീഴാർനെല്ലി. പിന്നെ എടുത്ത് വെച്ചേക്കുന്നത് കയ്യോന്നിയാണ്. കയ്യോന്നി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ടും നല്ലതാണ്. മുടി നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലും നമ്മുടെ വഴിയോരത്തൊക്കെ നല്ല വെള്ളമൊക്കെ ഉള്ള തോടരുകത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴിയോരത്തൊക്കെ കാണാം. പിന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ഒരു 10ഓളം ചെമ്പരത്തിപ്പൂ നിങ്ങൾ എടുക്കുന്ന എണ്ണയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെമ്പരത്തിപ്പൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചെമ്പരത്തിപ്പൂ എന്തോരം ഇട്ടോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയാണ് എടുത്ത് വെച്ചേക്കുന്നത്. കറിവേപ്പില മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ടും മുടി നല്ല കട്ട കറുപ്പോട്ട് വളരാനൊക്കെ ആയിട്ട് കറിവേപ്പില നല്ലതാണ് കേട്ടോ. പിന്നെ ആ കൂട്ടത്തിന് എടുത്ത് വെച്ചേക്കുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക നിങ്ങൾ എടുക്കുക കേട്ടോ, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ 2 തണ്ട് അലോവര എടുക്കുക കേട്ടോ. കറ്റാർവാഴ എടുക്കുമ്പം ഇതുപോലെ നിങ്ങളൊന്ന് മുറിച്ചിട്ട് ഒരു പേപ്പറിന് മുകളിലേക്ക് കുറച്ച് നേരത്തേക്ക് വയ്ക്കുക കേട്ടോ. ഒരു മഞ്ഞക്കരയൊക്കെ പോയതിന് ശേഷം നിങ്ങളത് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് എടുക്കേണ്ടത് മുടി നരയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ മൈലാഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടി കാച്ചിയ എണ്ണ ഉണ്ടാക്കുമ്പം നമ്മൾ മൈലാഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കം കിട്ടും കേട്ടോ. കുട്ടികളുടെ മുടിയൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ളത് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബദാം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ബാക്കി ഇതിന് മുൻപ് ഞാൻ കാണിച്ചേക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു നമ്മുടെ മൈലാഞ്ചിയുടെ ലീഫൊക്കെ എല്ലാവരുടെ വീടിൻ്റെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കൂട്ടത്തിൽ മുരിങ്ങയുടെ ലീഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പിലേക്ക് എടുക്കാൻ നേരത്തെ കറിവേപ്പിലയുടെ പൂവൊക്കെ കിട്ടുവാണെങ്കിൽ പൂവ് നിങ്ങൾ കളയാതെ നിങ്ങൾ പൂവും കൂടെ എടുക്കുക കേട്ടോ. മുടിക്കായുള്ള കുട്ടികളുടെയൊക്കെ തലയിൽ മുടിക്കായ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതുപോലെ നെല്ലിക്ക കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടത്തിലേക്ക് നെല്ലിക്കയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറ്റാർവാഴയും കൂടെ അരിഞ്ഞെടുത്തിട്ട് നെല്ലിക്കയും കറ്റാർവാഴയും കൂടി മിക്സിയുടെ ജാറിൽ നിങ്ങളൊന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ആ കറക്റ്റ് പാകം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു തരുന്നത്. ചുവന്നുള്ളി അരിയാതെ മാറ്റി വയ്ക്കുക. നമ്മൾക്കത് മൂപ്പ് നോക്കാനായിട്ട് കുഞ്ഞു രീതിയിൽ തന്നെ അരിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഈ കാണുന്നത് ശിഖാക്കായാണ് കേട്ടോ. ശിഖാക്കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് വയ്ക്കാം. ഞാനത് ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതായിരുന്നു കേട്ടോ ശിഖാക്കായ. പിന്നെ ബദാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഉലുവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇതുപോലെ എന്നാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ലീഫുകളും ഒന്ന് കുഞ്ഞൂല നമുക്കൊന്ന് നമ്മൾ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കത്തില്ലേ, അതുപോലെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല അടി കട്ടിയുള്ള ഉരുളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ എല്ലാ ലീഫുകളും ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടി കട്ടിയുള്ള ഉരുളി തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു നെല്ലിക്കയും അലോവരയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഒന്ന് നമ്മുടെ ഒരു നെല്ലിക്കയൊക്കെ ഇട്ട് അരിഞ്ഞിട്ട് കറുത്തിരിക്കുകയാണ്. വിരലൊക്കെ ഒന്ന് കറുത്തിട്ട് നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. നമ്മുടെ ഒരു കയ്യിലെ ഒരു കറ വീണാക്കുന്ന പോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് വീഴാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ചുവന്നുള്ളിയുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കണ്ടോ. ചുവന്നുള്ളിയുടെ നമുക്ക് ആ എണ്ണയുടെ മൂപ്പ് അറിയാനായിട്ട് നമുക്ക് ചുവന്നുള്ളി ഈ ഒരു രീതിയിലൊന്ന് കുരുവിനൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. നമ്മൾ കൂട്ടാനൊക്കെ തളിക്കാനെടുക്കുന്ന രീതിയിൽ അരിഞ്ഞ് വയ്ക്കാൽ മതി. ഇനി ശിഖാക്കായും ഉലുവയും ബദാമും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത്ര രീതിയിൽ നമുക്ക് കൂട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ ഇത്രയും കൂട്ട് മതി. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് കൂട്ട് തയ്യാറാക്കാം കേട്ടോ. നല്ല രീതിയിൽ ഉരുളിയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മിക്സ് ഒന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ, തേങ്ങ ആട്ടിയേക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങുക കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയുടെ കളർ കണ്ടോ. അപ്പോൾ ആ ഒരു എണ്ണ നിങ്ങൾ ഉപയോഗിക്കാണ്ട് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന ആട്ടിയ എണ്ണ മാത്രം ഇതിനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായിരിക്കും മുടിക്ക് പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ല വെളിച്ചെണ്ണ എടുക്കുക. പിന്നെ എള്ളെണ്ണ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ വെളിച്ചെണ്ണയും 1/2 കിലോ എള്ളെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും തുല്യ രീതിയിൽ. എള്ളെണ്ണ നമുക്ക് തലമുടിക്ക് എള്ളിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ എള്ള് നമ്മൾ തലയ്ക്കൊക്കെ നല്ലതാണ്. നമ്മൾ അകത്തോട്ട് കഴിക്കുന്നതൊക്കെ മുടി വളരാൻ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ എള്ളിൻ്റെ എണ്ണ നമ്മൾ തലമുടി തേക്കുന്നത് മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചിയാലും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ തീ ഒന്ന് ഹൈ ലെവലിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ എള്ളെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ തിളയ്ക്കുമ്പോൾ നല്ല പതയായിരിക്കും.
അപ്പോൾ എണ്ണപ്പാതയാണെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഞാൻ കറക്റ്റ് ഇതിൻ്റെ മൂപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിങ്ങനെ തിളച്ച് നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വരണം കേട്ടോ. കണ്ടില്ലേ? ഇതിങ്ങനെ നമ്മൾ ശരിക്കും അടി കട്ടിയുള്ള ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കത്തി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മൂപ്പ് നോക്കിയിട്ട് മൂപ്പ് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ ഇത് കണ്ടോ, നമ്മൾ ആ ഒരു കൂട്ടാനൊക്കെ താളിക്കുന്ന ചുവന്നുള്ളി മൂത്ത് വരുമ്പം ഒരു ചെറിയ രീതിയിൽ ബ്രൗണിഷ് കളറിലായിട്ട് വരില്ലേ, ആ ഒരു രീതിയിൽ വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 20-25 അരമണിക്കൂർ നേരത്തോളം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് ഹൈ ലെവലാക്കാത്ത രീതിയിൽ നമുക്കത് ഇട്ടിട്ട് എണ്ണ തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ 1 ലിറ്റർ എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുമ്പം 3/4 ലിറ്ററോളം എണ്ണയായിരിക്കും കിട്ടത്തുള്ളൂ. കാരണം എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ ഒരു നമ്മൾ കൂട്ടുകളൊക്കെ കിടന്ന് വെന്ത് തിളച്ച് വരുമ്പം എണ്ണ കുറച്ച് വറ്റി നമുക്കൊന്ന് കുറുകി കിട്ടുമ്പം 3/4 ലിറ്ററോളം ആട്ടോ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നീർക്കെട്ട് വീഴും, കുട്ടികൾക്കൊക്കെ തേക്കണം എന്നുള്ള പേടിയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കോരി മാറ്റിയതിന് ശേഷം കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു അരിപ്പയുടെ ഒരു തവിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു കരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി അത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ. ഇത് കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കുണ്ടല്ലോ, ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് ഒഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. കാരണം മുടി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ടും നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരുടെ മുടി കൊഴിച്ചിൽ നമ്മൾ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എണ്ണ കാച്ചിയതിന് ശേഷം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ എണ്ണ കണ്ടില്ല, നല്ലൊരു കറുത്ത പച്ച കളർ എണ്ണയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. കാച്ചിയ എണ്ണയുടെ ഒക്കെ ഒരു മണം ഇഷ്ടമുള്ള ആളുകളുണ്ടോ? ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചിലർക്ക് കാച്ചിയ എണ്ണയുടെ മണമൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മെല്ലിന് ഒഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെർഫ്യൂമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഇനി ഇതുപോലെ ഞാനിപ്പം ഓരോ കുപ്പിയിലേക്കും തുല്യ അളവിൽ എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവയോണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്ത് വെച്ചാൽ മതി. 1 കൊല്ലം 2 കൊല്ലം ഇരുന്നാലും ഈ എണ്ണ കേടാവത്തില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ലതാണ്. താരം മാറാനൊക്കെ ആയിട്ടും മുടി നല്ല ഉള്ളോടുകൂടി വളരാനൊക്കെ ആയിട്ട് ഈ എണ്ണ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് മൈലാഞ്ചി തെളിക്കും ഇട്ട് വേണം നിങ്ങൾ കാച്ചിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക. ഉണ്ടാക്കണമെന്ന് തോന്നുമ്പം ആ ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ചാനൽ ഫോളോ ചെയ്താൽ ചാനലിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.